ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാഹുലിൻ്റെ ഫ്രണ്ട് മാത്രമാണ് വർഷ എന്ന് എങ്ങനെയെങ്കിലും വിക്രമനെ ബോധിപ്പിക്കാൻ നോക്കുമ്പോൾ വിക്രമനും ഹരിതയെ അത് അംഗീകരിക്കുന്നില്ല. അതിനെ തുടർന്ന് വിക്രമനും രാഹുലും തങ്ങളെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഹരിത പറയുന്നുണ്ട്, ഇപ്പോൾ അങ്കിള് പറയുന്നത് രാഹുൽ പോലും അംഗീകരിക്കില്ല, അതിനിതാ അമ്മയും കൂട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പം വിക്രം പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം വസുന്ധരയും വർഷയും ശിവനന്ദയുമാണ്. അതിനാൽ നാളെ തന്നെ വസുന്ധരയെ പോയി കണ്ട് വസുന്ധര അനുനയത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ശരിയാകുകയുള്ളൂ. എന്നിട്ട് എത്രയും പെട്ടെന്ന് ലക്ഷ്മിയെയും കുഞ്ഞിനെയും കണ്ടെത്തണം, എങ്കിൽ മാത്രമേ എൻ്റെ തലയിലുള്ള കൊലക്കേസ് മാറുകയുള്ളൂ എന്ന് വിക്രമൻ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഹരിത ചിന്തിക്കുന്നുണ്ട്, ലക്ഷ്മിയെയും കുഞ്ഞിനെയും കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്കിളിൻ്റെ പകുതി സ്വത്ത് ലക്ഷ്മിക്കും കുഞ്ഞിനുമാകും. അതിനാൽ അങ്കിള് കുഞ്ഞിനെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവരെ കണ്ടെത്തി അവരെ കൊന്നു കളയണമെന്ന് ഹരിത ചിന്തിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ വർഷയും അഞ്ജുവും രാവിലെ തന്നെ രാജ്കുമാർ സാറിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവർ മുറ്റത്തിറങ്ങിയപ്പോൾ കാണാം വിവേക് മുറ്റത്ത് നിന്ന് വ്യായാമം ചെയ്യുന്നത് കാണുന്നുണ്ട്. അന്നേരം വർഷ പറയുന്നുണ്ട്, എന്നും രാവിലെ 8 മണിക്ക് ശേഷം എണീക്കുന്ന വിവേക് ഇന്ന് 6:30 ആയപ്പോഴേ കസർത്ത് തുടങ്ങി, ഇനി എങ്ങനെ പോയി കാണുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിവനന്ദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോയി നോക്ക്, എന്താ പ്രശ്നമെന്ന് അപ്പം നിനക്ക് മനസ്സിലാവുമെന്ന് അഞ്ജു പറയുന്നുണ്ട്. പോയി നോക്കുമ്പോൾ വിവേകിനെ കാണുമ്പം ശിവനന്ദ വന്ന് വർഷയോട് പറയുന്നുണ്ട്, ഇത്രയുള്ള പ്രശ്നം ഇതിപ്പോൾ തന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് ശിവനന്ദ പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, നടന്നത് തന്നെയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവനന്ദ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ തനിക്കെതിരെയുള്ള സപ്പോർട്ട് ഞാനും ഇപ്പം തന്നെ നിർത്തിയെന്ന് പറഞ്ഞ് പിണങ്ങി നിൽക്കുന്ന സമയത്ത് അഞ്ജു പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വിവേകിനെ അവിടെ നിന്ന് മാറ്റി വർഷ പോയി രാജ്കുമാർ സാറിനെ കാണേണ്ടത് തൻ്റെ കൂടി ആവശ്യമാണ്, എങ്കിൽ മാത്രമേ തനിക്ക് വാർത്തകൾ കിട്ടൂ. അതുകൊണ്ട് താൻ എങ്ങനെയെങ്കിലും പോയി ആ മുനികുമാരനെ അവിടെ നിന്ന് മാറ്റൂ എന്ന് അഞ്ജു കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അന്നേരം വർഷ പറയുന്നുണ്ട്, ആകർഷിച്ച് ഇഞ്ഞു എന്നെ കൊണ്ടുവരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം ശിവനന്ദ പറയുന്നുണ്ട്, ഞാൻ വിവേകിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ജോഗിങ്ങിന് കൊണ്ടുപോകാൻ പോവുക, അതിനുശേഷം വന്നിട്ട് തനിക്കുള്ള മറുപടി തരാടോ എന്നും പറഞ്ഞ് ശിവനന്ദ അങ്ങോട്ട് പോകുന്ന സമയത്ത് അഞ്ജു വർഷയോട് പറയുന്നുണ്ട്, താൻ അത്തരത്തിൽ മറുപടി കൊടുത്തത് നന്നായെന്ന് പറയുമ്പം വർഷ പറയുന്നുണ്ട്, താൻ പോയാലും ഇത് തന്നെ അവസ്ഥയെന്ന് തിരിച്ചൊന്ന് ആക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജു പറയുന്നുണ്ട്, ഇനി എൻ്റെ തോളിലോട്ട് കയറിക്കോ, താൻ എത്രയും പെട്ടെന്ന് വാ, പോയി രാജ്കുമാർ സാറിനെ കാണാം. അന്നേരം വർഷ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, രാജ്കുമാർ എന്ന് പേര് പറഞ്ഞ് വന്നിരിക്കുന്ന ആരാണെന്ന് കണ്ടുപിടിക്കാതെ എനിക്ക് യാതൊരു സമാധാനവുമില്ല, അത് ഞാൻ എങ്ങനെ ഇവരോട് പറയുമെന്ന് വിഷമിച്ച് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ശിവനന്ദ പോയി വിവേകിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, വാ നമുക്ക് ജോഗിങ്ങിന് പോകാമെന്ന് പറയുന്നുണ്ട്. അന്നേരം വിവേക് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്നെ ഇവിടുന്ന് മാറ്റിയമ്മച്ച് വർഷയെ പുറത്തിറക്കാനുള്ള അടവാണ്, ഇപ്പം ഞാൻ ശരിയാക്കി തരാമെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ശിവനന്ദ എന്ന് വിവേകിനോട് പറയുന്നുണ്ട്, വാ നമുക്ക് നടക്കാൻ പോകാം, നടക്കാൻ പോകുമ്പോൾ ഇളം വെയിലടിക്കുമ്പം വൈറ്റമിൻ ഡി കൂടും, മാത്രമല്ല ഹീമോഗ്ലോബിൻ്റെ അളവും ഒക്കെ കൂടും, അതുകൊണ്ട് വാ നമുക്ക് നടക്കാൻ പോകാമെന്ന് പറയുമ്പോൾ വിവേക് പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വ്യായാമം ചെയ്യുന്നുള്ളൂ, തനിക്ക് വേണമെങ്കിൽ താൻ തനിച്ച് നടക്കാൻ പോക്കോളാൻ പറയുന്നുണ്ട്. മാത്രമല്ല എൻ്റെ ശരീരം മൊത്തം വൈറ്റമിൻ ഡിയും ഹീമോഗ്ലോബിനും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അത് കുറയ്ക്കാനാണ് ഞാൻ നോക്കുന്നതെന്ന് തിരിച്ചു പറയുന്ന സമയത്ത് എനിക്കൊരു കമ്പനിക്ക് വേണ്ടിയാണ് ഞാൻ തന്നെ വിളിക്കുന്നത്, താനൊന്ന് വാടോ എന്ന് പറയുന്ന സമയത്ത് അഭിരാമി ആ സമയത്ത് തന്നെ വന്നിട്ട് പറയുന്നുണ്ട്, വാ വിവേകേട്ടാ നമുക്ക് നടക്കാൻ പോകാം, ഇന്ന് മുതൽ ഞാൻ തടി കുറയ്ക്കാൻ തീരുമാനിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നടക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പം വിവേക് പറയുന്നുണ്ട്, തനിക്ക് എന്തായാലും നടക്കാനൊരു കൂട്ടല്ലേ വേണ്ടുന്നു, ദാ അഭിരാമി വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും കൂടി നടക്കാൻ പോകാൻ വിവേക് പറയുന്നുണ്ട്. ആ സമയത്ത് വിവേക് നടക്കാൻ വരുന്നില്ലെന്ന് പറയുമ്പോൾ അഭിരാമി പറയുന്നുണ്ട്, ഞാനെന്നാൽ ഇന്ന് നടക്കാൻ പോകുന്നില്ലെന്ന് പറയുമ്പോൾ ശിവനന്ദ പറയുന്നുണ്ട്, തന്നെ ഇന്ന് 3-4 കിലോമീറ്റർ നടത്തിച്ചിട്ടേ ഞാൻ അടങ്ങും, വരാൻ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി പോകുന്നുണ്ട്. ആ സമയത്ത് ഇവരുടെ പ്ലാനൊന്നും വർക്കൗട്ട് ആവാത്ത വിഷമത്തിൽ വർഷയും അഞ്ജുവും മുറിക്കുള്ളിലെ ജനലിലൂടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വർഷ ചിന്തിക്കുന്നുണ്ട്, ഈ കാലമാടെ എൻ്റെ പുക കണ്ടിട്ടേ പോകുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് അഞ്ജു പറയുന്നുണ്ട്, തനിക്ക് അങ്ങോട്ട് പോകാനല്ലേ പറ്റാതുള്ളൂ, ഞാൻ പോയി രാജ്കുമാർ സാറിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അഞ്ജു പോയി രാജ്കുമാർ സാറിനെ കാണുന്നുണ്ട്. എന്നിട്ട് വർഷയ്ക്ക് കാണണമെന്നും വിവേക് ഉണ്ടായതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അതുകൊണ്ട് സാർ അങ്ങോട്ട് വരണമെന്ന് പറയുന്നുണ്ട്. താൻ കട്ടപ്പനക്കാരി അഞ്ജു അല്ലേ ആരോഗ്യ വകുപ്പിലല്ലേ ജോലി ചെയ്യുന്നതെന്ന് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അഞ്ജു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വർഷ ഞങ്ങളെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും രാജ്കുമാർ സാറിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്ന് ചിന്തിക്കുന്ന സമയത്ത് ചന്ദ്രൻ പറയുന്നുണ്ട്, വർഷയ്ക്ക് വിവേക് ഉള്ളപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലേ, അവള് വിവേകിൻ്റെ മുന്നിൽ വർണ്ണശാല എന്നാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അഞ്ജു പറയുന്നുണ്ട്, അങ്ങനെയല്ല വർണ്ണമാല എന്നാണ് അറിയപ്പെടുന്നത്.
അന്നേരം ചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം, പക്ഷേ എനിക്ക് കാല് വയ്യ, എന്നെ ഒന്ന് പിടിച്ചിറക്കേണ്ടി വരുമെന്ന് പറയുന്ന സമയത്ത് തന്നെ വിവേക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിവേക് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ട് പോകുന്ന കാര്യമാണ് പറയുന്നതെന്ന് പറയുമ്പോൾ അഞ്ജു പറയുന്നുണ്ട് രാജ്കുമാർ സാറിന് വർഷയെ തനിച്ചൊന്ന് കാണണം, അതിനപ്പുറത്തേക്ക് പോകുന്ന കാര്യമാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം വിവേക് പറയുന്നുണ്ട് എനിക്കും ആ കുട്ടിയൊന്ന് കാണണം, മുമ്പ് മുഖത്ത് ചായം വാരി തേച്ച സമയത്തേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ കണ്ടിട്ടില്ലെന്ന് പറയുന്ന സമയത്ത് അഞ്ജു പറയുന്നുണ്ട് അവൾ ഇന്നും രാവിലെ മുഖത്ത് ചായം വാരി തേച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിവേക് പോയി കുളിച്ച് റെഡിയായിട്ടൊക്കെ വാ, അപ്പോഴത്തേക്ക് അവൾ മുഖം കഴുകി റെഡിയായി നിൽക്കുമെന്ന് പറയുമ്പം വിവേക് പറയുന്നുണ്ട് അത് കുഴപ്പമില്ല, ഇന്നും മുഖത്ത് ചായം തേച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള കോലം ഒന്നും കൂടി കാണാമല്ലോ എന്ന് പറഞ്ഞ് വിവേക് പറയുന്നുണ്ട് വാ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് മല്ലിക വന്നിട്ട് പറയുന്നുണ്ട് താഴെ വലിയൊരു പ്രശ്നം നടക്കാൻ പോവുകയാണ്. അന്നേരം വിവേക് ചോദിക്കുന്നുണ്ട് അമ്മയും അച്ഛനും തങ്ങളിലാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, വിക്രമനും ഹരിതയും അവിടെ വന്നിട്ടുള്ള കാര്യം മല്ലിക പറയുന്നുണ്ട്. വസുന്ധര വിക്രമനെ ഹരിതയും വീട്ടിൽ ക്ഷണിച്ചിരുത്തുന്നുണ്ട്. അന്നേരം വിക്രമൻ പറയുന്നുണ്ട് മുമ്പ് 2 പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്ന സമയത്തും നിങ്ങളുടെ മോശമായി പെരുമാറി, എന്നിട്ടും നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചിരുത്താൻ തോന്നിയല്ലോ, അത് നിങ്ങളുടെ നല്ല മനസ്സെന്ന് പറയുമ്പം വസുന്ധര പറയുന്നുണ്ട് വിക്രമൻ്റെ സ്വഭാവമല്ല എനിക്ക് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വിക്രമൻ ഒരുപാട് പദവിയൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് വസുന്ധരയ്ക്ക്, അതിലൊന്നും ഏൽക്കുന്നില്ല. വസുന്ധര പറയുന്നുണ്ട് ഏത് പദവിയിലും സ്ഥാനമാനത്ത് എത്തിയാലും ഞാൻ ലക്ഷ്മിക്ക് വേണ്ടി നിലകൊള്ളും, അതിനൊരു മാറ്റവും ഇല്ലെന്ന് പറയുമ്പം ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞ് എന്നെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കരുതെന്ന് വിക്രമൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ലക്ഷ്മിയുടെ കാരണം കൊണ്ട് രാഷ്ട്രീയ ജീവിതം നശിക്കുമെന്ന് നിങ്ങൾക്ക് ഭയമുണ്ടോ? ഞാൻ ലക്ഷ്മിയുടെ മരണത്തിന് നിങ്ങളുടെ പങ്കാളിത്തം വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് വസുന്ധര പറയുന്നുണ്ട്. ആ സമയത്ത് വിക്രമൻ പറയുന്നുണ്ട് അതിന് പിന്നിൽ നിങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്, 22 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ ഇപ്പോഴും കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്ന അതിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് വിക്രമനും വസുന്ധരയും തങ്ങളിൽ ഒരു തർക്കമുണ്ടാവുകയും പിന്നീട് വിക്രമൻ തിരിച്ചു പോകുന്ന സമയത്ത് ഹരിത പറയുന്നുണ്ട് എനിക്ക് വർഷയൊന്ന് നേരിട്ട് കാണണമെന്ന് പറയുമ്പം വിക്രമൻ സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല എൻ്റെ വീട്ടിൽ കയറി എൻ്റെ കവളടിച്ചു പൊട്ടിച്ച ശിവനന്ദയുടെ കവളടിച്ചു പൊട്ടിക്കാനും കൂടിയാണ് ഞാൻ പോകുന്നത്, അവളുടെ വീട്ടിൽ കയറി തന്നെ അവളുടെ കവളടിച്ചു പൊട്ടിക്കണം, അതാണ് വേണ്ടതെന്ന് ഹരിത പറയുമ്പം വിക്രം പറയുന്നുണ്ട് നീ പൊക്കോ, പക്ഷെ അവളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങാതെ നോക്കിക്കോണമെന്ന് പറയുന്നുണ്ട്. ഹരിത ചെല്ലുമ്പം വർഷം മാത്രമാണ് വീട്ടിലുള്ളത്. വർഷയോട് പറയുന്നുണ്ട് രാഹുലിൻ്റെ പിന്നാലെ നടക്കുന്ന കാര്യം പറയുമ്പം മല്ലിക പറയുന്നുണ്ട് ഏത് രാഹുലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജു പറയുന്നുണ്ട് മല്ലിക ആൻറ്റി വീട്ടിൽ പൊക്കോ, ഞങ്ങൾ സംസാരിച്ചോളാം, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഞാൻ പോകുന്നു മല്ലിക പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുലിനെ പറ്റിയുള്ള സംസാരത്തിനിടെ വർഷ പറയുന്നുണ്ട് രാഹുലേട്ട എനിക്കൊരു സഹോദരനെ പോലെയാന്ന് പറയുമ്പം ഹരിത ചോദിക്കുന്നുണ്ട് അതിന് നീയാണോ ലക്ഷ്മിയുടെ മകള് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വർഷ പറയുന്നുണ്ട് ഞാൻ നളിനിയുടെ മകളാന്നൊക്കെ പറയുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും ഉള്ളൊരു ഫൈറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.